ഇതിലും അതിലും മറ്റതിലും വീഡിയോ കാണും. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന പവർഫുൾ ബജാജ് എന്ന് പറയുന്നത് ഈ ഡോമിനറാണ്. ഓക്കെ, 220 വരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പവർ ഫിഗർ മാത്രം ഓടിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു പവർ ഫിഗറിൽ മാത്രം ബജാജിൻ്റെ വണ്ടികൾ ഓടിച്ചിരുന്ന നമുക്ക് ഒരു 400 cc വണ്ടി ബജാജ് കൊണ്ടുതന്നത് 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഡോമിനർ ഇറങ്ങിയിട്ട് 10 വർഷങ്ങൾ കഴിയുന്നു. ഈ ഡോമിനർ എന്ന് വന്നപ്പോഴും ഡോമിനർ 400 എന്ന് പറയുമ്പോഴും അന്നും ഇതിന് 400 cc ഇല്ല. ഓക്കെ, അപ്പോൾ ഡോമിനറിൻ്റെ പല വകഭേദങ്ങൾ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ബജാജിൻ്റെ ഫ്ലാഗ്ഷിപ്പ് വണ്ടി എന്ന് പറയുന്നത് ഡോമിനർ തന്നെയാണ്. ഈ ഡോമിനറിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എൻജിൻ്റെ സൈസ് കുറച്ചു. എല്ലാ ബജാജ് വണ്ടികളിലെയും എൻജിൻ്റെ സൈസ് അവർ കുറച്ചിട്ടുണ്ട്. ഞാൻ പൾസർ NS 400 ഓടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സൈസും ഒരു കുറച്ചിട്ടുണ്ട്. വെട്ടിക്കുറകലേ പൾസർ NS 400ലും ഡോമിനറിലും മാത്രമല്ല ട്രയംഫിൻ്റെ മോഡലുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഏതാ വണ്ടി? കണ്ടൊരു ഇത്തിരി കൗതുകമൊക്കെ ഉണ്ടല്ലോ. ഇത് ട്രയംഫിൻ്റെ ട്രാക്കർ 400 പേരിലേ ഉള്ളൂ. 350 cc ആണ്, 349 cc. അതായത് ബജാജ് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടേ എല്ലാ വണ്ടിയുടെ CC കുറച്ചല്ലോ, അതിൽ ഇതും പെട്ടു. സംഭവം 350 ആണെങ്കിലും 400 വലുതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ സീറ്റേ ഉള്ളൂ, ഒരു കവളാണ് ഇവിടെ. ഈ വണ്ടിയുടെ ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് വലതുവശമാണ്. അതിന് കാരണം ഈ ടെയിൽ പൈപ്പാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ 40 bhp ആണ് പവർ, 32 Nm ടോർക്കാണ്. ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കളറിൻ്റെ കോമ്പിനേഷൻ യെല്ലോ ഒക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഡോമിനറിനേക്കാളും ഓടിക്കാൻ രസം ഈ വണ്ടിയാണ്. എനിവേ ബാക്ക് ടു ഡോമിനർ. അപ്പോൾ 349 cc ആണ് ഇതിൻ്റെ ഒരു CC എന്ന് പറയുന്നത്, ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ സിലിണ്ടർ ബൈക്ക് തന്നെയാണ്. ഇതിന് 40 PS, 40.6 PS ആണ്. നമുക്ക് 41 PS പവറും 34 Nm ഓഫ് ടോർക്കും ഉണ്ട് എന്ന് സംഗ്രഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ പവർ ഫിഗർ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പവർ ഫിഗറാണ്, നല്ല ടോർക്കാണ്. പിന്നെ ഇതൊരു ഇത്തിരി വെയിറ്റ് കൂടിയ വണ്ടിയാണ്, ഒരു മാമത്ത് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ നമുക്ക് പേടിപ്പിക്കാം അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന വിധത്തിലല്ല ഡെലിവറി എന്ന് പറയുന്നത്, ലീനിയറാണ്. അപ്പോൾ റൈഡ് മോഡുകൾ ഇവർ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. റൈഡ് മോഡുകൾ എന്ന് പറയുന്നത് റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് മോഡുകളാണ്. ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ മോഡുകളുണ്ടെന്ന് പറയുമ്പോഴും ഇതിന് റോഡ് മോഡുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ഈ വണ്ടി സിറ്റിയിലൂടെ ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. ഒരിത്തിരി അഗ്രസീവാണ്. ഇവർക്ക് ഒരു റൈഡ് മോഡ് കൂടി ഇതിന് കൊടുക്കാറെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഒരു സിറ്റി മോഡ്, ഒരിത്തിരി പവർ കുറച്ചിട്ടേ, ഒരിത്തിരി അഗ്രസീവ്നെസ് കുറച്ചിട്ട് ഒരു സിറ്റി മോഡ് കൂടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാണ് ഒരു തോന്നലായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പരിചിതമാണ്, കളറ് പരിചിതമാണ്, വിൻഡ് ഷീൽഡ് കാര്യങ്ങളുണ്ട്. ഇതാ ഈ ഒരു ഹാൻഡ് ഗാർഡ് പോലെ കാര്യങ്ങളുണ്ട്. ഹാൻഡിൽ ബാറിൽ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ, സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലസ്റ്ററിലൂടെ കൈ ഓടിക്കാനുള്ള ബട്ടൺസ് കാണാം. ഒരു മോണോക്രോം കളറിലുള്ള ഒരു MID മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്തുകൂടെ മോഡ് മാറ്റാനും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തത് നല്ല കാര്യമായിട്ട് തോന്നി. ഇത് കാണാനൊരു വലിയ ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ അല്ല, ഒരു സാധാരണ മീറ്റർ ക്ലസ്റ്ററാണ്. ആ മീറ്റർ ക്ലസ്റ്ററിനകത്ത് RPM റീഡൗട്ട്, ഫ്യൂവൽ, പിന്നെ മോഡുകൾ, ഓടോ, ട്രിപ്പ് റീഡൗട്ട് കാണാം. ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. അത് ബജാജിൽ പണ്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബജാജിൻ്റെ ടെക്നോളജികളിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പൾസറിൽ കിട്ടിയിരുന്നു, ഇപ്പോൾ അതില്ല. എന്നിരുന്നാൽ കൂടി ഈ വണ്ടി എന്ന് പറയുന്നത് പ്രൈസ് ഇൻ ചെക്ക്, അതായത് GSTയിൽ വന്നിട്ടുള്ള വർധനവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ എൻജിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി ചോപ്പ് ചെയ്ത് കളഞ്ഞപ്പോൾ 349 cc കുറച്ചപ്പോൾ വണ്ടിയുടെ പവറും ടോർക്കും ഫിഗറുകൾ നിലനിർത്തി എന്നുള്ളത് ബജാജിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് പറയാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഡോമിനർ വാങ്ങുന്ന ആൾക്കാർക്ക് 400 എന്നുള്ള പേര് അവർ മാറ്റിയിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു 400 അല്ല 350 cc ആണെന്ന് അറിയുമ്പോഴും പവർ ടോർക്ക് ഫിഗറുകൾ ഉണ്ട് എന്നുള്ളത് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അത് ബജാജ് ഡോമിനറിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ബജാജ് ഡോമിനറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഓർക്കുന്നുണ്ടോ? കുറേ ആനകളുടെ പുറത്ത് ആളുകൾ ഇങ്ങനെ ബുള്ളറ്റിനെ കളിയാക്കിക്കൊണ്ട് വണ്ടി ഓടിച്ച് വരുന്ന പോലെ ഉള്ള ചക്ക എന്ന് വരുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ പറന്ന് വരുന്ന ഒരു ഡോമിനറിൻ്റെ പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. For years we've marched as one together through ups and downs. हाथी मत पालो.
അന്ന് എൻഫീൽഡിനിട്ട് കുട്ടിയെ കൊട്ടാണത്. ആ എൻഫീൽഡിനിട്ട് കൊട്ട് എൻഫീൽഡ് കാര്യമായിട്ട് കൊണ്ടു. പക്ഷേ അതുകൊണ്ട് എൻഫീൽഡിൻ്റെ വണ്ടികൾ നന്നായോ? എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും എൻഫീൽഡിൻ്റെ വണ്ടികൾക്ക് ആ പറഞ്ഞ പ്രശ്നങ്ങളിൽ പലതും കാണാം. സ്റ്റിൽ ഒറ്റ യൂണിറ്റ് എഞ്ചിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് ഹൈടെക് ആയെങ്കിലും എനിക്ക് തോന്നുന്നത് അന്ന് കൊടുത്ത ഒരു പരസ്യത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും എൻഫീൽഡിലേക്ക് എത്തിയിട്ടില്ല. വരും കാലങ്ങളിൽ എത്തുമായിരിക്കും. ഗോറിലേക്ക് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഹിമാലയനും കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ വില കൂടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും ബജാജ് ഡോമിനറിൻ്റെ ഈ കളർ തന്നെയാണ് ടാക്കോമീറ്ററിൻ്റെ കളർ എന്നുള്ളത് ഇഷ്ടപ്പെട്ടു. അതൊരു കാര്യമായിട്ട് കാണാം. ഇതിനൊരു വേറൊരു കളർ ഉണ്ടായിരുന്നു, സാറ്റിൻ ഫിനിഷിലുള്ള ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പച്ച തന്നെ വേണം, ഈ നൊസ്റ്റാൾജിയ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പച്ച തന്നെ ചോദിച്ചു മേടിക്കേണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ബാർ വൈഡാണ്, ഇതിൻ്റെ സീറ്റുകൾ വലുതാണ്, നമ്മളിരുന്ന് ഓടിക്കുന്നത് ഒരു വലിയ ബൈക്കാണ് എന്നുള്ള ഫീൽ നമുക്കുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊരു ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഫോക്കസ്ഡ് വണ്ടി ഒന്നല്ല, ഇതൊരു ക്രൂസർ വണ്ടിയാണ്. അത് നമുക്ക് ലോങ് ട്രിപ്പുകൾക്ക് എടുത്ത് പോകാൻ, കംഫർട്ടബിളായിട്ട് എടുത്ത് പോകാൻ, പാനീർ ബോക്സ് എല്ലാം വെച്ച് അല്ലെങ്കിൽ ലഗേജൊക്കെ വെച്ച് നമുക്ക് ലോഡൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു ഡോമിനറിനെ കാണുന്നത്. അത് 10 വർഷങ്ങൾ കൊണ്ട് ഈ വണ്ടി തെളിയിച്ചിട്ടുണ്ട്. പല ആളുകളും ഈ ഡോമിനർ എടുത്ത് ലഡാക്ക് പോകുന്നുണ്ടായിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബജാജിൻ്റെ ആദ്യ പവർഫുൾ ബൈക്കായിട്ട് ഡോമിനർ ഒന്ന് ഓടിച്ചു. ഇന്നിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കളർ കൊള്ളാം. ഇവിടെ നടന്ന ഡിസ്പ്ലേ ഇപ്പോൾ കാണുന്നില്ല, പകരം എല്ലാം മീറ്ററിനകത്തേക്ക് ആക്കി. പിന്നെ ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്കുകളുണ്ട്, ഈ ലിവറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാര്യമാണ്. ആണോ? അപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഒരു ലിവറിൻ്റെ ഒരു ഈസിനെസ് കണ്ടോ? അതായത് ക്ലച്ച് പിടിക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് പിടിക്കാം. പക്ഷേ സ്റ്റിൽ ഗിയർ ഷിഫ്റ്റ് ഒത്തിരി കട്ടി കൂടിയ ഗിയർ ഷിഫ്റ്റാണ്. നമുക്ക് ചവിട്ടുമ്പോൾ, അതായത് നമ്മുടെ ആ ഒരു ഗിയറിൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ കടയെന്നൊരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഗിയർ ഇൻഡിക്കേറ്ററിൻ്റെ ഗുഡ് തിങ് ആണ്. ഇതിന് 6 ഗിയറുകളാണുള്ളത്. വൈഡർ ഹാൻഡിൽ ബാർ, ഉയർത്തിച്ച ഹാൻഡിൽ ബാറാണ്. കംഫർട്ടബിൾ സീറ്റിംഗ് പോസ്റ്ററാണ്. കാല് നിലത്തേക്ക് എത്തുന്നുണ്ട്. ഒരിത്തിരി വെയിറ്റ് അല്ലെങ്കിൽ കനം കൂടുതലാണ് എന്നുള്ളതാണ് ഡോമിനറിൻ്റെ ഒരു കാര്യം. അത് നമുക്കറിയാം. ഡോമിനർ എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് കനം കൂടിയ വണ്ടിയാണ്, അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ പില്ലിയൻ്റെ ഒരു കംഫർട്ടും റൈഡറുടെ കംഫർട്ടും വേണം. ലോങ് ഡ്രൈവാണ് പോണത്, ലോങ് റൈഡാണ് പോണതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഡോമിനറിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. 349 cc ആയപ്പോൾ 2,05,000 രൂപയിലേക്ക് എക്സ്ഷോറൂം പ്രൈസ് വന്നപ്പോൾ ഇതിപ്പോഴും വാല്യൂ ഫോർ മണി വണ്ടിയായിട്ട് തന്നെ തുടരാണ്. അതായത് 150 കിലോമീറ്ററോളം ടോപ്പ് സ്പീഡിലെ വണ്ടിയുടെ ടോപ്പ് സ്പീഡിൽ മാറ്റങ്ങളില്ല. അതുപോലെ ഇതിൻ്റെ ക്യുക്നെസ്സിന് മാറ്റങ്ങളില്ല. ഇതിൻ്റെ റൈഡ് അബിലിറ്റിക്ക് മാറ്റങ്ങളില്ല. കാരണം ഇതൊക്കെ നന്നായി റൈഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. റൈഡ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. എനിക്ക് ആകെ ഒരു പ്രശ്നമായിട്ട് ഇന്നും തോന്നിയ കാര്യം എന്ന് പറയുന്നത് സിറ്റിയിൽ ഓടിക്കുമ്പോഴേ ഒരിത്തിരി കൂടി ഒപ്റ്റിമൈസ്ഡും ഒരിത്തിരി കൂടി സ്മൂത്തുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. വേറെ കാര്യമായിട്ടുള്ള പരാതികളൊന്നും എനിക്ക് വണ്ടിയെക്കുറിച്ച് പറയാനില്ല. ഓക്കെ, ഇതിൻ്റെ റീഫൈൻമെൻറ്റ് 349 cc എത്തിയപ്പോൾ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയ കുറച്ചിൽ തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എഞ്ചിൻ്റെ നോട്ട് നമ്മൾ കേൾക്കുന്നത് ഹാർഷായിട്ടാണ്. ഇത്തിരി ഹാർഷ്നെസ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്കുണ്ട്. അത് ഡോമിനർ ഓൾറെഡി ഹാർഷായിരുന്നു, അത് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഹാർഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ USD ആണ്. USD എന്ന് പറയുമ്പോൾ $, അല്ല, അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. പിന്നെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കംഫർട്ടബിളായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റിയ സസ്പെൻഷനാണ്. വലിയ വീലുകളുണ്ട്. ഫ്രണ്ടിലെ വലിയ ഡിസ്ക് ബ്രേക്ക്, ബാക്കിലെ വലിയ ഡിസ്ക് ബ്രേക്ക്, വലിയ സ്വിംഗ് ആം, ഇതെല്ലാം ഈ വണ്ടിയുടെ ഒരു റൈഡിൻ്റെ അല്ലെങ്കിൽ ലോങ് റൈഡിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഗിയർ ഇങ്ങനെ ഡൗൺ ചെയ്ത് 3rd ഗിയർ ആക്കി കൈ കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേഗത എടുത്ത് വണ്ടി അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2,10,000 രൂപയ്ക്ക് നമുക്കൊരു 400 cc ബൈക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മേടിക്കാൻ പറ്റില്ല, എക്സ്ട്രോൺ പ്രൈസാണ്, എന്നാലും മേടിക്കാമെന്നുള്ളതാണ് ഡോമിനറിൻ്റെ കാര്യം. ഈ ഡോമിനർ ഒരു വലിയ വണ്ടിയാണ്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വണ്ടി കുറച്ച് നേരമായിട്ട് ഓടിക്കുന്നുണ്ട്. ഇതിന് എൻ്റെ ഒരു കൈയിന് ക്ഷീണമില്ല, എൻ്റെ കാലിന് ക്ഷീണമില്ല, ചന്തി ചൂടാവുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. നട്ടുച്ച വെയിലത്താണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാലോ, ഈ നട്ടുച്ച വെയിലത്ത് ഓടിക്കുമ്പോഴും എനിക്കിത് ഒരു ഫൺ ഫാക്ടറായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് വലിയ തിരിവുകളിലും വളവുകളിലും കൈ കൊടുത്ത് ഓടിച്ച് മുട്ടൊരച്ച് തിരിച്ച് അങ്ങനെ ഓടിക്കുന്ന ഓട്ടമല്ല ഞാൻ പറയുന്നത്. ചെറിയ ഗിയറിലാണ്, 3ാമത്തെ ഗിയറിൽ ഒരു 37 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ പോകണു. അതേ ഗിയറിൽ ഇങ്ങനെ കൈ കൊടുത്ത് ഒരു ലീഗൽ സ്പീഡിലേക്ക് എത്തി നമ്മൾ ആ ഒരു സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് ഈ ഡോമിനറിനെ ഒരു നല്ല ബൈക്കാക്കുന്നുണ്ട്. അത് ഞാൻ വീണ്ടും പറയേണ്ട കാര്യം, കാരണം 10 വർഷമായിട്ട് നിരത്തുള്ള വണ്ടികളാണ്. ബജാജ് പൾസർ ഫാമിലിയിൽ, അല്ലെങ്കിൽ പൾസർ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും ഞാൻ പൾസർ അല്ലടാ, ഞാൻ വേറെ വണ്ടിയാടാ എന്ന് പറഞ്ഞ് നമ്മോട് ഇങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുന്നൊരു വണ്ടിയുണ്ടല്ലോ, അതാണ് ഡോമിനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സംഗതി ലുക്കാണ്, ഈ വിൻഷീൽഡ് ലുക്കാണ്, ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാട് തോന്നി. പിന്നെ ഇവിടെ
ഇവിടെ ഫിറ്റ് ചെയ്തതൊക്കെ വളരെ സിമ്പിളായിട്ടാണ്, യൂണിവേഴ്സൽ ഫിറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഒരിത്തിരി തുള്ളി കളിക്കുന്ന പോലെ ചിലപ്പോൾ ഹൈവേ തോന്നി, എനിക്ക് തോന്നുന്നത് എയർ കൂടുതലായിട്ടാണ് തോന്നുന്നുണ്ട്. ഞാനെന്തായാലും എയർ കുറയ്ക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇൻ ഗിയർ ആക്സിലേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ 5ാമത്തെ ഗിയർ തന്നെ നമ്മൾ പോവാണ്. ഒന്ന് കൈ കൊടുത്താൽ വണ്ടി ആ ഒരു ലീഗൽ സ്പീഡിലേക്ക് എത്തിയിട്ട് നമുക്ക് ആ ഒരു സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് എത്ര കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടി ഒരു ലോങ് ക്രൂസർ അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു ക്രൂസർ ബൈക്കാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് ബജാജിൻ്റെ ഡോമിനർ. ബജാജിൻ്റെ പൾസറുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല, ബജാജിൻ്റെ പൾസറുകൾ ഓൺ ചെയ്യാത്ത ആൾക്കാരില്ല. ആദ്യം വന്ന പൾസർ 150, പിന്നെ വന്ന പൾസർ 180, പിന്നെ അതിൻ്റെ പല പല വകഭേദങ്ങൾ 220. അങ്ങനെ ഫസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയായിട്ടുള്ള 220 അന്ന് 2007 വരുന്നു. പിന്നീട് ഫ്യൂൽ ഇഞ്ചക്ഷൻ പൊളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ബജാജിനകത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ബജാജ് വീണ്ടും ഒരു ബിക്കിനി കാർബറേറ്ററൊക്കെ വെച്ച്, വലിയ കാർബറേറ്ററൊക്കെ വെച്ച് പൾസർ 220 വീണ്ടും ഇറക്കുകയും ചെയ്തു. അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നന്നായി നടത്തുന്ന ഒരു കമ്പനിയാണ് ബജാജ്. അപ്പോൾ അവർക്കറിയാം 400 cc വണ്ടി നിലനിർത്തിയാൽ, 400 cc എന്ന് പറയുന്നു 350 cc മുകളിൽ ഈ വണ്ടികൾ നിലനിർത്തിയാൽ അതിൻ്റെ വില കൂട്ടേണ്ടി വരും. അങ്ങനെ വില കൂട്ടിയാൽ ആളുകൾ ബജാജിലേക്ക് എത്തില്ല. കാരണം വണ്ടിയുടെ വില ഒരു പരിധി കൂടുമ്പോൾ ബ്രാൻഡുകളുടെ എണ്ണവും നമുക്ക് വർദ്ധിക്കും. ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ചൂസ് ചെയ്യാനുണ്ടാവും, പ്രീമിയം ബൈക്കുകൾ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നോക്കിയപ്പോൾ ബജാജിന് തോന്നിയ ഏറ്റവും എളുപ്പ പണി എന്ന് പറയുന്നത് ഒരിത്തിരി ഫ്യൂവൽ എയർ റേഷ്യോ മാറ്റിയിട്ട് ഒരിത്തിരി ഒന്ന് ട്യൂൺ ചെയ്തിട്ട് സെയിം വണ്ടിയുടെ CC ഒരിത്തിരി കുറച്ചാലും 349 cc എത്തിച്ചാൽ മതി. ആ ഒരു CC നമുക്ക് ഈ വണ്ടിയുടെ ഒരു CC എത്തിച്ചിട്ട് പവർ ടോർക്ക് ഫിഗറുകൾ സെയിം ആയിട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലതാണ് എന്നുള്ളൊരു ഫീലാണ്. കാരണം വില അവർക്ക് ചെക്ക് ചെയ്ത് നിർത്താം, ഒരുപാട് പ്രൈസ് കൂടുതലില്ല. അങ്ങനെ ആ ഒരു കാര്യം നോക്കിയിട്ട് അവർ ഈ ഒരു വണ്ടി 350 cc കട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ വിലയിൽ കാര്യമായിട്ടുള്ള മാറ്റമല്ല വന്നത്, കൂടുതലല്ല വന്നത്, വില കുറയുണ്ടായത്. സെയിം പവർ കുറഞ്ഞ വില, അതാണ് ബജാജ് ഡോമിനറിൻ്റെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്താ പറയുള്ളത്? നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമാണോ? നിങ്ങൾ ബജാജ് ഡോമിനർ ഓടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ബജാജ് ഡോമിനറിൻ്റെ ഒരു അവസ്ഥ എന്താ നിങ്ങളുടെ മൈൻഡിൽ? ഇപ്പോഴും പൾസറുകൾ വാങ്ങുന്നത് വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണോ? അതോ പകരം ഡോമിനർ വാങ്ങണം ലോങ് ഡ്രൈവ് പോകേണ്ട? അതല്ല ഇടയ്ക്ക് ട്രാക്ക് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ട്രാക്ക് ഫോക്കസ്ഡ് റൈഡൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ട്രാക്കിലേക്ക് വണ്ടി ഓടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി ചൂസ് ചെയ്യും? അതൊക്കെ നമുക്ക് താഴെ കമൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ബജാജിൻ്റെ പൾസറുകൾ പല വണ്ടികൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. 150 എൻ്റെ വീട് താഴെ കിടക്കുന്നുണ്ട്. ഒരു 180 എൻ്റെ കയ്യിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെയ്യണോ വേണ്ടതെന്നുള്ള സംശയത്തിൽ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അതുപോലെ എൻ്റെ ഡെയിലി റൈഡർ എന്ന് പറയുന്നത് ഒരു 220 ആണ്. അപ്പോൾ എനിക്ക് ബജാജായിട്ടൊരു വലിയ കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷനിലെല്ലാം പൾസറുകളാണ്. എനിക്കറിയാം 220യുടെ പോരായ്മകൾ, അതിൻ്റെ വൈബ്രേഷൻസ്, അതിന് ഓടിക്കുമ്പോഴാണ് സൗണ്ടൊക്കെ എനിക്കറിയാം. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡോമിനർ കയറുമ്പോൾ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് നല്ല മികവായിട്ട് തോന്നും. പക്ഷേ ഹോണ്ടയുടെ വണ്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ ഓടിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു ഡോമിനർ ഓടിക്കാൻ കയറിയാലൊക്കെ തോന്നും ഇതിൻ്റെ റിഫൈൻമെൻറ്റ് കുറച്ച് കുറവാണല്ലോ, ഇത് റിഫൈൻഡ് അല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഇത് റിഫൈൻഡ് ആണ് കേട്ടോ. അതായത് ബജാജ് സ്റ്റാൻഡേർഡ്സിൽ ഇത് നല്ല റിഫൈൻഡ് ആണ്. സ്റ്റിൽ ഇതിനൊരു ഇത്തിരി കൂടി ഒരു അഗ്രസീവ്നെസ് ഒന്ന് കുറച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി. ഞാൻ സ്പോർട്സ് മോഡ് ഓടിച്ച് നോക്കി, സിറ്റിയിൽ ഓടിക്കാനേ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് റോഡ് മോഡ് തന്നെ വേണം സിറ്റിയിൽ ഓടിക്കാനായിട്ട്. ആ സിറ്റിയിൽ നമ്മൾ റോഡ് മോഡ് ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി ഒന്ന് തുള്ളി കളിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇതിൻ്റെ ബ്രേക്കുകൾ, ഡിസ്ക് ബ്രേക്കുകൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്, അതൊരു പ്രശ്നവുമില്ല. നമുക്ക് പേടിയില്ലാതെ പേടിപ്പെടുത്താതെ സഡൻ ബ്രേക്കിനൊക്കെ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ഒരാൾ മുന്നിൽ ചാടിയും കുഴപ്പമില്ല. കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒരു ഇത്തിരി കൂടി നമ്മളൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ പരാതികൾ എന്ന് പറയുന്നത് ആ ഒരു റോഡ് മോഡിൽ ഒരിത്തിരി അഗ്രസീവ്നെസ് കൂടുതലാണെന്നുള്ളതും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ റൈഡ് എന്ന് പറയുന്നത് ഒരിത്തിരി ബിസി ആയിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്ററിൻ്റെ ഒരു നോച്ച്നെസ്, അതായത് കടക്ക് എന്ന സൗണ്ടിലാണ് നമുക്ക് ചെറിയ ഗിയറിൽ സിറ്റിയിൽ ഓടിക്കുമ്പോൾ മാറുമ്പോൾ ആ സൗണ്ട് വരുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഗുണം എന്ന് പറയുന്നത് വിലക്കുറവ്, മൈലേജിൻ്റെ ഒരു ഇത്തിരി വർധനവ്, കാരണം CC കുറച്ചല്ലോ, അപ്പോൾ ഇത്തിരി മൈലേജ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽ മാറിയിട്ടില്ല, വലിയ കാര്യമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് ക്ലച്ചുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള ബ്രേക്ക് ആവുന്ന ഒരുപാട് ദൂരം ഇരുന്ന് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഞാൻ ഡോമിനറെ കാണാണ്. ഈ ഡോമിനറിൽ നിന്നും ആ ഒരു ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇത് കൊള്ളാം. വില വെച്ചിട്ട് ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് വേറെ ഏത് വണ്ടി കിട്ടും, 2.5 വേറെ ഏത് വണ്ടി കിട്ടും. അപ്പോൾ 2.5 എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ടാക്സും ഇൻഷുറൻസ് എല്ലാം കൂടി 2.5 ലക്ഷം രൂപ മാക്സിമം. എന്നാലും 3 ലക്ഷം രൂപ താഴെ 400 cc വണ്ടി, അതും ഒരു പെരുത്ത വണ്ടി എന്ന് പറയുമ്പോൾ അതിന് കുറേ അധികം ബെനിഫിറ്റുകളുണ്ട്. അതൊരു വലിയ മെറിറ്റ് തന്നെയാണ്. അപ്പോൾ ഡൗൺ ചെയ്തു, 4ാമത്തെ ഗിയർ ഡൗൺ ചെയ്തു കേട്ടോ.
അന്ന് വന്ന വണ്ടി ഇന്നും വർത്തായിട്ട് തോന്നാൻ കാരണം ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഡോമിനർ സ്റ്റിൽ വർത്താണ്. ശരി എന്നാൽ